നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ധനവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ രംഗത്ത്. PSC സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ലെന്ന ധനവകുപ്പിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അക്കൗണ്ടന്റ് ജനറലിനെ അല്ലാതെ മറ്റാരെയും PSCയുടെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ അനുവദിക്കില്ലെന്നും ഡോക്ടർ KS രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അതേസമയം PSCയും ധനവകുപ്പും തമ്മിലുള്ള തർക്കം ചർച്ച ചെയ്യാനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നാളെ യോഗം ചേരും. കഴിഞ്ഞ കുറച്ചു നാളുകളായി PSCയും ധനവകുപ്പും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് PSC ചെയർമാൻ ധനവകുപ്പിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നില്ലെന്നും ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നുവെന്നുമുള്ള ധനവകുപ്പിന്റെ ആരോപണങ്ങളെ ചെയർമാൻ തള്ളി. സാമ്പത്തിക ധനകാര്യ വകുപ്പ് ഇറക്കിയ ഉത്തരവ് വളരെ തെറ്റിദ്ധാരണാജനകമായ ഒന്നാണ്. ലക്കും ലഗാനുമില്ലാത്ത രീതിയിൽ ചെലവ് നടത്തുന്നു എന്നാണ് അവരുടെ ആക്ഷേപമായി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് എനിക്ക് വ്യക്തമല്ല. PSCയുടെ മുൻവർഷങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ടന്റ് ജനറൽ പരിശോധിച്ച് ശരിവെച്ചതാണ്. ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ കണക്കുകൾ പരിശോധിക്കാനുള്ള അവകാശം അക്കൗണ്ടന്റ് ജനറലിന് മാത്രമാണെന്നും അതിനാലാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തെ തടഞ്ഞതെന്നും ചെയർമാൻ പറഞ്ഞു. ധനകാര്യ വകുപ്പിൻ്റെ പരിശോധനാ വിഭാഗത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ പരിശോധന നടത്തണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയിട്ടില്ല. അതേസമയം PSC ചെയർമാനും അംഗങ്ങളും ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ട്രഷറി നിയന്ത്രണത്തിലുള്ള അതൃപ്തി സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. PSC മുൻ ചെയർമാൻ ശ്രീ KV സലാഹുദ്ദീൻ, കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശ്രീ ആന്റണി രാജു, സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ VJ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ സലാഹുദ്ദീൻ, PSCക്ക് വകമാറ്റി ഫണ്ട് ചെലവഴിക്കാൻ അവകാശമുണ്ടോ? അങ്ങനെ വകമാറ്റി ഫണ്ട് ചെലവഴിച്ചാൽ അതേക്കുറിച്ച് ധനവകുപ്പ് അന്വേഷണം നടത്താൻ ഒരുങ്ങിയാൽ അത് തടയാൻ അവകാശമുണ്ടോ? വക മാറ്റി ചെലവഴിക്കുക എന്ന് പറഞ്ഞ ഈ വക ആര് നിശ്ചയിച്ചു എന്നുള്ളതൊരു പ്രശ്നമാണ്. ഈ വക നിശ്ചയിക്കാനുള്ള അധികാരം PSCക്ക് തന്നെയാണ്. അതായത് PSC ആണ് ഏതെല്ലാം രീതിയിൽ പണം ചെലവഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ഇന്നിപ്പോൾ PSC ചെയർമാൻ പറയുന്നത് ഒരു ഹെഡിലുള്ള തുക അത് തീർന്നു കഴിയുമ്പോൾ മറ്റൊരു ഹെഡിൽ നിന്ന് പണം എടുത്ത് ചെലവഴിക്കാറുണ്ട്. അത് പതിവാണ്. അതിനുശേഷം അതിന് സർക്കാരിൻ്റെ ധനവകുപ്പിൻ്റെ അംഗീകാരം നേടാറാണ് പതിവ്. ഇത്തവണ ധനവകുപ്പ് പറഞ്ഞു മുൻകൂട്ടി അനുമതി വാങ്ങാതെ അങ്ങനെ പണം വകമാറ്റി ചെലവഴിക്കാനാകില്ല എന്ന്. മാത്രമല്ല PSCയുമായി ബന്ധപ്പെട്ട ഒരുവിധ സാമ്പത്തിക പരിശോധനയ്ക്കും ധനവകുപ്പിനെ അനുവദിക്കേണ്ടതില്ല, അത് അക്കൗണ്ടന്റ് ജനറൽ ആണത് പരിശോധിക്കേണ്ടത് എന്ന്. അങ്ങനെയാണോ കാര്യങ്ങൾ? PSC ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിൻ്റെ ചെലവുകൾ ബഡ്ജറ്റ് ചെയ്യപ്പെടുന്ന ചെലവല്ല, സംസ്ഥാന നിയമസഭ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുന്ന ചെലവല്ല PSCയുടേത്. PSCയുടെ ചെലവ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചാർജാണ്. അത് സർക്കാരിൻ്റെ നിയന്ത്രണം PSCയുടെ മേലെ ഉണ്ടാവാൻ പാടില്ല എന്ന ഭരണഘടനാ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഏത് കാര്യത്തിന് ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് PSCയാണ്. എന്നാൽ അതേ സമയത്ത് പണം സർക്കാരിൻ്റേതാണ് എന്നുള്ളത് കൊണ്ട് സർക്കാരിന് ഈ പണം അനുവദിക്കോ ഇന്ന കാര്യത്തിന് എന്ന് പറഞ്ഞ് അനുവദിക്കുമ്പോൾ ആ അനുവാദത്തിൽ ഉള്ള നിയന്ത്രണങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. എന്നാൽ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നല്ലാതെ അതിനപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ അയച്ച് പരിശോധിക്കുന്ന പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ധനകാര്യ ഇൻസ്പെക്ഷൻ വിങ്ങിലെ ആളുകളെ വിട്ട് പരിശോധിക്കാൻ യാതൊരു അധികാരവും സർക്കാരിനില്ല. ശ്രീ സലാഹുദ്ദീൻ, 5 കോടി രൂപയാണ് ഓൺലൈൻ സെൻ്ററുകൾ സ്ഥാപിക്കാൻ പ്ലാൻ ഫണ്ടായി PSCക്ക് നൽകിയത്. 12 കോടി രൂപ ഈ ഓൺലൈൻ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവർ ചെലവഴിച്ചു. അധികമായി ചെലവ് വന്ന തുക അത് ഇതിലേക്ക് ഉൾപ്പെടുത്തി കിട്ടാൻ ധനവകുപ്പിനെ സമീപിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, അതുപോലെ തന്നെ പരീക്ഷാ നടത്തിപ്പ്, അങ്ങനെ വിവിധ ഹെഡുകളിൽ പണം
വ്യക്തമായി വേർതിരിച്ച് പ്ലാൻ ഫണ്ടും നോൺ പ്ലാൻ ഫണ്ടും എല്ലാമായി തിരിച്ചിരിക്കുമ്പോൾ അതിൽ ഒരു ഹെഡിലെ പണം കഴിയുമ്പോൾ മറ്റൊരു ഹെഡിൽ നിന്ന് എടുത്ത് ചെലവഴിക്കാം. പക്ഷേ ആ ചെലവഴിക്കുന്നതിന് ചെലവഴിച്ച ശേഷം സർക്കാരിൻ്റെ അനുമതി തേടുന്നതിന് അപ്പുറം ചെലവഴിക്കുന്നതിന് മുമ്പ് അനുമതി തേടണം എന്നാണ് ധനവകുപ്പ് പറയുന്നത്. അതിൽ തെറ്റുണ്ടോ? അതിൽ തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എന്തിനാണ് PSC ചെയർമാൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ഒരു കാരണവശാലും ഇത്തരം മുൻകൂർ അനുമതി വാങ്ങാനാവില്ല, ഇതിനു മുമ്പ് ഇത്തരത്തിൽ വകമാറ്റി ഫണ്ട് ചെലവഴിച്ചതിന് വിവിധ സർക്കാരുകൾ അനുമതി നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ധനവകുപ്പിൻ്റെ മുൻകൂട്ടി അനുമതി നേടി ഇത് ചെയ്യാൻ കഴിയില്ല, ഞങ്ങളിപ്പോൾ പോകുന്ന രീതിയിൽ അത് പ്രവർത്തിക്കും, അതിനെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അക്കൗണ്ടന്റ് ജനറൽ കണ്ടെത്തിക്കോളും എന്ന നിലപാട് സ്വീകരിക്കുന്നത്? മുൻപ് കാലത്തും വക മാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. അത് പിന്നീട് സർക്കാരിന് അനുമതിക്ക് വേണ്ടി അയച്ച് അത് സർക്കാർ സ്വീകരിച്ചിട്ടുമുണ്ട്. അത് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ആ വക മാറ്റി ചെലവഴിച്ചത് ന്യായമാണ്, ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കും. ഇക്കാര്യത്തിൽ അത് ശരിയാണെന്ന് ബോധ്യപ്പെടാത്ത പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആന്റണി രാജു, എന്തുകൊണ്ടാണ് ധനവകുപ്പ് PSCയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന രീതിയിൽ ഒരു അപ്രഖ്യാപിത ട്രഷറി ബാൻ, അതുപോലെ തന്നെ ഈ വകമാറ്റി ചെലവഴിക്കുന്നതിന് മുൻകൂട്ടിയുള്ള അനുമതി വേണമെന്ന നിലപാട് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്ന് ശ്രീ സലാഹുദ്ദീൻ ചൂണ്ടിക്കാണിക്കുന്നു? മറ്റൊന്ന്, അതൊരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് മറ്റ് രീതിയിൽ മറ്റ് സർക്കാർ ഓഫീസുകളിൽ നടത്തുന്ന പരിശോധന പോലെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറയുന്നു. എന്തുകൊണ്ട് ധനവകുപ്പ് ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നു എന്നാണ് താങ്കൾ മനസ്സിലാക്കിയത്? പ്രകാശ്, ഇതുവരെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചുള്ള പരാതികളാണ് ഗവൺമെൻറ്റിനും ഗവർണർക്കും PSCയെക്കുറിച്ച് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ടെൻഡർ ഇല്ലാതെ വർക്കുകൾ ചെയ്യുക, അതുപോലെ തന്നെ റീഅപ്രോപ്രിയേഷൻ വകമാറ്റി ചെലവഴിക്കൽ ഗവൺമെൻറ് അനുവാദമില്ലാതെ വകമാറ്റി ചെലവഴിക്കുക, PSC ഉണ്ടാക്കുന്ന ബഡ്ജറ്ററി പ്രൊവിഷനുകൾക്ക് വകമാറ്റി ചെലവഴിക്കാനുള്ള അധികാരം ഗവൺമെൻറ് അനുമതി ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. PSCക്ക് ഒരു ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു വർഷത്തെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കും. പക്ഷേ ആ ബഡ്ജറ്റ് ഇവിടെ പറഞ്ഞതുപോലെ 5 കോടി രൂപ ഓൺലൈൻ സെൻറ്ററുകൾക്ക് വേണ്ടി ബഡ്ജറ്റ് വകയിരുത്തിയിട്ട് 12 കോടി രൂപയായി ചെലവഴിക്കുന്നു. അതുപോലെ ടെൻഡർ നടപടികളില്ലാതെ തന്നെ ഏതാണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം 6 കോടി രൂപയോളം ടെൻഡർ നടപടികളില്ലാതെ പൊതുമരാമത്ത് വകുപ്പ് പണികൾ നിർവഹിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് അനുമതി ഒന്നിനും വേണ്ട എന്ന് പറഞ്ഞാൽ പണം കൊടുക്കുന്ന അധികാരികൾക്ക് പരിശോധന നടത്താനുള്ള അധികാരം കേരള ഫൈനാൻഷ്യൽ കോഡിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, PSC ഭരണഘടനാ സ്ഥാപനമാണ്, ഞങ്ങൾക്കാരുടെ അനുവാദം വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, PSC അംഗങ്ങൾക്ക് വിദേശയാത്ര, ഈ അടുത്ത കാലത്ത് ലണ്ടനിലൊക്കെ വിനോദയാത്ര പോയല്ലോ PSC അംഗങ്ങൾ, എന്തിനാ ഗവൺമെൻറ് അനുമതി ചോദിച്ചത്? അപ്പോൾ ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഗവൺമെൻറ് തരുന്ന ഫണ്ടിനെ കുറിച്ച് ആരും ചോദിക്കാൻ പാടില്ല, ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ TA നേരെ ഇരട്ടിയായി തന്നെത്താനെ PSC തീരുമാനിച്ചു അംഗങ്ങൾക്ക്. ഇതൊക്കെ ആരുടെയെങ്കിലും അനുമതി വേണ്ട, ഇത് ആരുടെ അനുവാദമില്ലാതെ ഞങ്ങൾക്ക് യഥേഷ്ടം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പരാതി ഉയർന്നപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തത്. പക്ഷേ ഈ വകുപ്പിൻ്റെ ചുമതലയുള്ളത് മുഖ്യമന്ത്രിക്കാണ്, ധനകാര്യമന്ത്രിക്കല്ല. മുഖ്യമന്ത്രിയാണ് ഇവിടെ ഈ ധനകാര്യ പരിശോധന നടത്താനുള്ള ഉത്തരവിട്ടത്. ഇവിടെ PSC ചെയർമാൻ പറഞ്ഞു, നേരത്തെ ഇപ്പോഴത്തെ PSC ചെയർമാൻ പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടില്ല എന്ന്. പക്ഷേ ഇന്ന് വൈകുന്നേരം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി, ഞാൻ തന്നെയാണ് ഈ ഉത്തരവിട്ടത് പരിശോധന നടത്താൻ. ഇതിൻ്റെ പേരിൽ ധനകാര്യ വകുപ്പിനെതിരെ കുതിര കയറിയിട്ട് കാര്യമില്ല. കാരണം ചില സാമ്പത്തിക നിയന്ത്രണങ്ങൾ എല്ലാ കാലത്തും, ഞാൻ ചോദിക്കട്ടെ, ഗവൺമെൻറ് ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ, സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് പാലിക്കണമെന്ന് ധനകാര്യ വകുപ്പ് നിർദ്ദേശിക്കാറില്ലേ? അപ്പോൾ ഞങ്ങൾക്ക് പണം തരുന്ന ഏജൻസിയായ ഗവൺമെൻറ് ഞങ്ങൾ എങ്ങനെ പണം ചിലവാക്കുന്നു എന്ന് അറിയേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ റീഅപ്രോപ്രിയേറ്റ് ചെയ്താൽ, മാറ്റി വിനിയോഗിച്ചാൽ അത് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് ഒരു നിയമമില്ല. ഇവിടെ ശ്രീമതി മേരി ജോർജ്, PSC ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് അതിൽ ധനവകുപ്പിൻ്റെ പരിശോധന സാധ്യമല്ല, അതിന് ചട്ടം അനുവദിക്കുന്നില്ല എന്ന് PSC ചെയർമാൻ പറയുന്നു.
മുൻ ചെയർമാനായ ശ്രീ KV സലാഹുദ്ദീനും അത് തന്നെ പറയുന്നു. മറുഭാഗത്ത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ അങ്ങനെ ചെലവഴിക്കുന്ന രീതി വർഷങ്ങളായി തുടരുന്നതാണ്, ആ ചെലവഴിച്ച ശേഷം അതിന് ധനവകുപ്പിൻ്റെ അനുമതി തേടുകയാണ് പതിവ് എന്ന് പറയുന്നു. ഇത് ശരിയായ ഒരു പ്രവർത്തന രീതിയാണോ? ഇതിൽ ധനവകുപ്പ് ആ പരിശോധന നടത്താനും വിശദീകരണം ആവശ്യപ്പെട്ടതുമാണോ തെറ്റ്? ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ PSCക്ക് അവർക്കിഷ്ടമുള്ള രീതിയിൽ ആരും പരിശോധിക്കാനില്ലാതെ അക്കൗണ്ടന്റ് ജനറൽ പരിശോധിക്കുന്നു എന്നവർ പറയുന്നു. അങ്ങനെ ചെയ്യാമോ? അതായത് അവരാ പറയുന്നത് ഭാഗികമായ സത്യം എന്നും പോലും പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് അവരൊരു ഭരണഘടനാ സ്ഥാപനമാണ് എന്നത് മാത്രമാണ് അവർ പറയുന്നതിലെ സത്യം. ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് ഗവൺമെന്റ് പദ്ധതി ഇതര വകുപ്പുകളിലായി അവർക്ക് ബജറ്റ് വഴി കൊടുക്കുന്ന ഫണ്ട്, അതായത് ഗവൺമെന്റിന്റെ ബജറ്റ് വഴി അല്ല ഫണ്ട് കൊടുക്കുന്നത് എന്നൊരു വാദമൊക്കെ അവിടെ ഞാൻ കേട്ടു. പക്ഷെ അത് ശരിയല്ല. പദ്ധതി ഇതര ചെലവുകളിലേക്കായി ബജറ്റ് വഴി തന്നെയാണ് പണം വകകൊള്ളിക്കുന്നത്. അങ്ങനെ വകകൊള്ളിക്കുന്ന പണം അവർ ഒരു കാരണവശാലും വകുപ്പ് മാറ്റി ചെലവഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു തഴക്കം അവിടെ ഉണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളേണ്ടതായിരുന്നു, വളരെ നേരത്തെ തന്നെ നുള്ളേണ്ടതായിരുന്നു. മാത്രവുമല്ല, അവിടെ പാഴ്ചെലവ് ധാരാളമായി നടക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം 3 കോടി 35 ലക്ഷം മാത്രം ജനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇവർക്ക് വേണ്ടിയാണ് പരീക്ഷകളും മറ്റു കാര്യങ്ങളും ഇത് ഓൺലൈൻ സെന്ററുകളും ഒക്കെ ഇവർ നടത്തുന്നത്. അതേ സമയത്ത് ഇപ്പോൾ പരീക്ഷകളെല്ലാം തന്നെ ഓൺലൈനിലായിരിക്കുന്നു, കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ വന്നിരിക്കുന്നു. എന്നിട്ട് പോലും വലിയ കാലവിളംബമാണ് പരീക്ഷ നടത്തിപ്പിനും അതുപോലെ തന്നെ അതിന്റെ ഫലപ്രസിദ്ധീകരണത്തിനും അപ്പോയിന്റ്മെന്റ് നടത്തുന്നതിനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഇന്ത്യയിലെ 129 കോടി ജനങ്ങൾക്ക് വേണ്ടി ഈ തരത്തിലുള്ള എല്ലാവിധ വലിയ പരീക്ഷകള്, അതായത് IAS, IFS തുടങ്ങിയ എല്ലാ മഹത്തരങ്ങളായ പരീക്ഷകളും നടത്തുന്ന UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 11 അംഗങ്ങളേ ഉള്ളൂ. അതേ സമയത്ത് കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 കോടി 29 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി പരീക്ഷ നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ 21 അംഗങ്ങളാണുള്ളത്. ഈ 21 അംഗങ്ങൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ അതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണമാണെന്ന് ഓർമ്മ വേണം. എന്നിട്ട് വേണം ഈ PSC അംഗങ്ങൾ ഇത്ര ഔദ്ധത്യത്തോടെ സംസാരിക്കാനായിട്ട്. അതായത് PSC ചെയർമാൻ തന്നെ ഞങ്ങൾ എല്ലാത്തിനും എബവ് ആണ്, ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയത് കാരണം ഗവൺമെന്റ് ഞങ്ങളുടെ പേര് ഒരു നിയന്ത്രണവുമില്ല എന്നൊക്കെ പറയുന്ന ഒരു അഹങ്കാരം പൊതുജനം മനസ്സിലാക്കണം. അവനവന്റെ സ്ഥാനത്ത്, അതായത് ഇവിടെ ഓർക്കണം, APJ അബ്ദുൽ കലാം സ്വന്തം ചെരുപ്പെടുത്ത കഥ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞത്. അതായത് ഒരു പള്ളിയിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ സ്വന്തം ചെരുപ്പ് കൂടെയുള്ളവരെ കൊണ്ട് എടുപ്പിക്കാതെ എളിമയോടുകൂടി സ്വയം എടുത്തുകൊണ്ട് പോയ കഥ. അങ്ങനെ എളിമയുള്ള മഹാന്മാരുടെ രാജ്യമാണ് ഇന്ത്യ. ശ്രീമതി മേരി ജോർജ്, ഈ കേരള PSC ഒരു വെള്ളാനയാണോ? ഒന്ന്, താങ്കൾ PSCയുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, PSC പരീക്ഷാ പേപ്പറുകൾ താങ്കൾ പരിശോധിച്ചിട്ടുണ്ട്. ഈ 2 രംഗങ്ങളും താങ്കൾ പരിശോധിച്ച് കഴിയുമ്പോൾ കേരള PSC ഒരു വെള്ളാനയായി പ്രവർത്തിക്കുകയാണോ? ആ വെള്ളാനയെ ആരും തൊടേണ്ട, ഇത് ഞങ്ങൾ സ്വതന്ത്രമായി ഞങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിപ്പിച്ചു കൊള്ളാം, ഇതിലെ ബജറ്റിനോ മറ്റേതെങ്കിലും അന്വേഷണത്തിനോ ഒന്നും വഴിയൊരുക്കാതെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇങ്ങനെ മതിയോ എന്ന ചോദ്യം ഉയരുമ്പോൾ വളരെ പെട്ടെന്ന് ചാടി വീണ് എതിർക്കുന്ന പ്രവണത, എല്ലാ കാര്യങ്ങളും സത്യസന്ധമാണെങ്കിൽ പരിശോധന ആകാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താണ് കേരള PSCയുടെ പ്രവർത്തനം? അത് ജനങ്ങൾക്ക് വേണ്ടി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം രോഷാകുലനാകുന്നത്. അദ്ദേഹത്തിന്റെ കരങ്ങൾ അല്ലെങ്കിൽ PSCയുടെ കരങ്ങൾ ശുദ്ധങ്ങളാണെങ്കിൽ ആര് വേണമെങ്കിലും വന്ന് പരിശോധിച്ചോളൂ എന്നാണ് പറയേണ്ടത്. പിന്നെ താങ്കൾ നേരത്തെ ചോദിച്ചതുപോലെ PSC ഒരു ശുദ്ധ വെള്ളാനയാണ്. ആ PSCയുടെ സൈസ് പകുതിയെങ്കിലും ആക്കി വെട്ടിച്ചുരുക്കണം, 4-1 വെട്ടിച്ചുരുക്കേണ്ടതാണ്. ഇപ്പൊ എല്ലാ പരീക്ഷകളും ഓൺലൈനിലായ സാഹചര്യത്തില് അങ്ങനെയാകുമ്പോൾ, അതായത് ആവശ്യമില്ലാത്ത വെള്ളാനകളെ തീറ്റിപ്പോറ്റുന്നത് കൊണ്ടാണ് കേരളത്തിലെ ഖജനാവ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വെള്ളാനകളെയൊക്കെ വെട്ടിച്ചുരുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീമതി മേരി ജോർജ് 11 അംഗങ്ങൾ അതാണ് UPSCയിലുള്ളത്. പക്ഷേ ഇവിടെ 21 പേർ
കേരള PSCയിൽ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണി സംവിധാനത്തിൽ എത്രത്തോളം ആളുകളുണ്ട്, ഘടകകക്ഷികളുടെ എണ്ണം, ഇതെല്ലാം പരിശോധിച്ചിട്ട് ആവശ്യം പോലെ PSC അംഗങ്ങളെ നിയമിക്കുക. പരീക്ഷകൾ കൃത്യതയോടുകൂടിയാണോ നടക്കുന്നത്, ക്രമക്കേടുകളുണ്ടോ? ഇപ്പോൾ കണക്ക് പരിശോധിക്കാൻ ആരെയും അനുവദിക്കുന്നില്ല. പരീക്ഷകളുടെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത്? പരീക്ഷകളുടെ കാര്യത്തിലും കൃത്യതയില്ല. പരീക്ഷകളുടെ കാര്യത്തിൽ കൃത്യതയില്ലെന്ന് മാത്രമല്ല, സുതാര്യതയില്ല. ഉദാഹരണത്തിന് ഞാൻ PSCയുടെ പരീക്ഷ പേപ്പർ വാല്യൂ ചെയ്തിരുന്ന ഒരു 10 കൊല്ലം മുൻപാണ്. അന്ന് ഈ ചെയർമാൻ അല്ല, വേറെ ചെയർമാനാണ്. അപ്പൊ ഏത് ചെയർമാൻ വന്നാലും എനിക്ക് അന്ന് കിട്ടിയ ഒരു ബണ്ടിൽ പേപ്പറിൽ ആ പേപ്പറിലെ കാൻഡിഡേറ്റ്സ് പരീക്ഷാർത്ഥികളെ വരുന്ന ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വളരെ കൃത്യമായിട്ട് അതിൽ എഴുതിയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കണേ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റില് ഈ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങൾ ഉപയോഗിക്കാം. അങ്ങനെ കണ്ടെത്തി അവരുമായിട്ട് എനിക്ക് ഏതെങ്കിലും തരത്തില് ഒരു ഉടമ്പടി ഉണ്ടാക്കാം, ഒരു വ്യാപാര ഉടമ്പടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അത് കാണിക്കുന്നത് എന്താണ്? PSCയുടെ കെടുകാര്യസ്ഥതയാണ് അത് കാണിക്കുന്നത്, സുതാര്യതയില്ലായ്മയാണ് അത് കാണിക്കുന്നത്. അപ്പൊ അതിനെ മുതലെടുത്ത് എത്രയോ ആൾക്കാർ ഉണ്ടായിരിക്കാം, എത്രയോ എക്സാമിനേഴ്സ് ഉണ്ടായിരിക്കാം കേരളത്തില്. അപ്പൊ ഒരു കാലത്തും PSC സുതാര്യമായിട്ടോ കാര്യക്ഷമതയോടുകൂടിയോ സ്വന്തം കർത്തവ്യം നടത്തിയിരുന്നില്ല. പക്ഷെ ആ കാലങ്ങളിലൊന്നും മീഡിയകൾ ഇത്ര ശക്തമായ രീതിയിൽ രംഗത്തില്ലായിരുന്നു. അല്ലെങ്കിൽ പണ്ടേ തന്നെ PSCക്ക് മൂക്കേറേണ്ട ഒരു സാഹചര്യം വന്നേനെ. വ്യക്തമാണ്. ദയവായി തുടരുക. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധിയാണല്ലോ. ഇപ്പോൾ PSC ചെയർമാൻ വാർത്താസമ്മേളനത്തിൽ പറയുന്നത് 2013 26 കോടി രൂപയാണ് പരീക്ഷയ്ക്ക് ചെലവഴിച്ചതെങ്കിൽ 2015 അത് 54 കോടി രൂപയായി ഉയർന്നു. കൂടുതൽ പരീക്ഷകൾ നടത്തി, കൂടുതൽ റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു, കൂടുതൽ നിയമനങ്ങൾ നടത്തുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചെലവിൽ കുത്തനെ ഉണ്ടായ ഒരു വളർച്ച, അതാണ് ധനവകുപ്പിനെ സംശയത്തിലാക്കിയത് എന്ന്. യഥാർത്ഥത്തിൽ കൃത്യതയോടുകൂടി പരീക്ഷകൾ, ഇപ്പോൾ ശ്രീമതി മേരി ജോർജ് അതിൽ നടക്കാവുന്ന കള്ളക്കളികൾ ചൂണ്ടിക്കാണിച്ചു. എങ്ങനെയാണ് നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ PSCയുടെ പ്രവർത്തനത്തെ കാണുന്നത്? സാറിപ്പോൾ പറഞ്ഞ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരം 2 കാര്യങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ മൂന്നാമത് പറഞ്ഞത് യോജിക്കാൻ കഴിയത്തില്ല. നിയമനങ്ങൾ നടക്കുന്നു എന്നുള്ളതിനോട് യോജിക്കാൻ കഴിയില്ല. PSC കൃത്യമായിട്ട് വിജ്ഞാപനങ്ങൾ വാരിക്കൂട്ടുന്നുണ്ട്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വിജ്ഞാപനത്തോടനുബന്ധിച്ച് വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര പേർക്ക് നിയമനങ്ങൾ ലഭിച്ചു എന്നോ അതിനെക്കുറിച്ച് PSC തിരക്കുന്നില്ല. അടുത്ത വിജ്ഞാപനങ്ങൾ വിളിക്കുന്നതിന്റെ തിരക്കിലാണ് PSC കടന്നുകൂടുന്നത്. ഇതുപോലെ PSCയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും റാങ്ക് ഹോൾഡേഴ്സുകൾക്ക് എപ്പോഴും തലവേദന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം PSC ഓരോ വിജ്ഞാപനങ്ങൾ അവരവരുടെ 3 വർഷം കറക്റ്റായി തീരുമ്പോഴത്തേക്കും അടുത്ത വിജ്ഞാപനം അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ്. ഇത് പഴയ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റുകാരിൽ നിന്നും നിയമനങ്ങൾ എത്രമാത്രം നടക്കുന്നുള്ള ഒരു കാര്യം പോലും അവർ അന്വേഷിക്കുന്നില്ല. അവർക്ക് വിജ്ഞാപനങ്ങളാണ്, അവരുടെ പുറകിൽ വെളിയിൽ നിന്നുള്ള സ്വകാര്യ ട്യൂഷൻ സെന്ററുകളുടെ പിൻബലത്തോടു കൂടിയൊക്കെയാണ് ഈ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇതുപോലെ വിജ്ഞാപനങ്ങൾ മാത്രം ഒരുത്തിക്കൊണ്ട് കാര്യമില്ല, റാങ്ക് ലിസ്റ്റ് ഇട്ടോണ്ടും കാര്യമില്ല. ഡോക്ടർ തോമസ് ഐസക്, താങ്കൾ ധനമന്ത്രിയായിരുന്നയാളാണല്ലോ. ഇങ്ങനെയാണോ PSC പ്രവർത്തിക്കേണ്ടത്? ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ ഒരു അധികാരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ പ്രത്യേക അവകാശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വകമാറ്റി ചെലവഴിക്കാം, അതുപോലെ തന്നെ ഞങ്ങൾ വകമാറ്റി ചെലവഴിച്ചാൽ അതിൽ ധനവകുപ്പ് അന്വേഷണം നടത്തേണ്ടതില്ല, അത് 5 കോടി രൂപയ്ക്ക് ഓൺലൈൻ സെൻറ്ററുകൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചാൽ 12 കോടിക്ക് സ്ഥാപിക്കും, അതിനുശേഷം സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയെടുത്താൽ മതി. ഈ ഒരു സംശയത്തിൻ്റെ നിഴൽ അത് PSCയെ അതിൽ നിന്ന് വിമുക്തമാക്കേണ്ടതില്ലേ? PSCക്ക് ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും ബഡ്ജറ്റിനുള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ പറ്റൂ. അല്ലെ ഞങ്ങൾ ഇഷ്ടം പോലെ ചെലവാക്കും, അത് സർക്കാർ തന്നോളണം എന്നൊരു നിലപാട് ഒരു ഏജൻസിക്കും സ്വീകരിക്കാൻ പറ്റത്തില്ല. അത് സ്വയംഭരണ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ എല്ലാത്തിനും ബാധകമായിട്ടുള്ള ഒന്നാണ്. ബഡ്ജറ്റിൽ പണം വകയിരുത്തിയെങ്കിൽ അവരുടെ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് അടുത്ത സപ്ലിമെന്ററി ഡിമാൻഡ്സ് ഗ്രാന്റിൽ പണം അനുവദിക്കുക. അതല്ലെങ്കിൽ ഇത് പ്രോപ്പർ വേയിലൂടെ മുൻകൂറായിട്ട് ധനവകുപ്പിന്റെ അംഗീകാരം വാങ്ങുക, ഈ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. ഇതിപ്പോ അവര് പറയുന്നു പണം തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ വയ്യ എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുകയാണെങ്കിൽ ധനവകുപ്പ് ന്യായമായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ചർച്ച ചെയ്യും. പക്ഷേ
ധനവകുപ്പ് അതിന്റെ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ ടീമിനെ വിടണമെന്ന എന്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം അവിടെ ഫിനാൻസ് ഓഫീസർ ഉണ്ട്. ആ ഫിനാൻസ് ഓഫീസർ റിപ്പോർട്ട് തരാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാവും. ഇത് മുഖ്യമന്ത്രി യോഗം വിളിച്ച് 2 മന്ത്രിമാരും ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് കൊണ്ടുപോകുന്നതിന് പകരം ഇതേതോ 2 വ്യത്യസ്ത ഏതോ സർക്കാരിന്റെ ഏജൻസികൾ എന്ന പോലെ ഒരാള് റെയ്ഡ് നടത്താം, വേറൊരാള് പത്രസമ്മേളനം നടത്താം. നഷ്ടപ്പെടുന്നത് ഇവിടത്തെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക്, അവർക്ക് അവരുടെ ടെസ്റ്റ് സമയത്ത് നടത്തുന്നില്ല, അവരുടെ നിയമനങ്ങൾ ശരിക്കും നടക്കുന്നില്ല, നഷ്ടം അവർക്ക്. ഡോക്ടർ തോമസ് ഐസക്, ഇപ്പോൾ ഇതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയുമുണ്ട് PSC മെമ്പർമാരിൽ ശ്രീ ലോപ്പസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു 3-അംഗ കമ്മിറ്റി നടപടിക്രമങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, പണം ചെലവഴിച്ചതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നെല്ലാം പഠിച്ച് അതിലൊരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് അംഗീകരിക്കണം എന്നാണല്ലോ ഇപ്പോൾ അവരുടെ നിലപാട്. ഈ 3-അംഗ കമ്മിറ്റിയെയും PSC ചെയർമാനെയും ധനമന്ത്രിയെയും ധനവകുപ്പ് സെക്രട്ടറിയെയും നാളെ മുഖ്യമന്ത്രി വിളിച്ചിരുത്തുന്നു. ആ രീതിയിൽ അവർ ആ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണോ 1,200 കോടി രൂപ ചെലവഴിക്കുന്ന കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമന തെരഞ്ഞെടുപ്പ് ഏജൻസിയായ PSC പ്രവർത്തിക്കേണ്ടത്? അതിലെ അഴിമതികൾ, അതിലെ തെറ്റുകൾ, അതിലെ വീഴ്ചകൾ അത് പുറത്തു കൊണ്ടുവരികയും അതിൻ്റെ പ്രവർത്തനം സത്യസന്ധമായി നല്ല രീതിയിൽ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതില്ലേ? ഒരു PSCക്ക് അതിന്റെ പ്രവർത്തനം നടത്താൻ ആവശ്യമായിട്ടുള്ള പണം നൽകാനുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട്. അത് ചെയ്യുന്നില്ല, തരുന്ന പണം അപര്യാപ്തമാണെന്നാണ് പറയുന്നത്. ധനവകുപ്പിന്റെ നിലപാട് ഇങ്ങനെ അപര്യാപ്തമായി തീർന്നത് പണം ദുർവ്യയം ചെയ്തിട്ടാണ്, അഴിമതി മൂലമാണ്, അത് ഞങ്ങൾ പരിശോധിക്കാൻ പോകുന്നുള്ളതാണ്. ഇങ്ങനെ സർക്കാരിന്റെ 2 ഏജൻസികളും തമ്മിലുള്ള ഈ പരസ്യമായ സംഘടനത്തിലേക്കും വിവാദത്തിലേക്കും പോകുന്നതിന് പകരം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ അക്കൗണ്ട്സ് ഓഫീസർ വഴി, ഫിനാൻസ് ഓഫീസർ വഴി കണക്ക് ശേഖരിക്കണം. അതിനടിസ്ഥാനത്തിൽ മന്ത്രിസഭാ തലത്തിൽ തീരുമാനമെടുക്കണം. ഈ ഭരണമാകെ ഇത്തരത്തില് കുത്തഴിഞ്ഞ് സർക്കാരിന്റെ 2 ഏജൻസി തമ്മിൽ ഇങ്ങനൊരു വിവാദത്തിലേക്ക് പോകുന്നത് തൊഴിലില്ലാത്ത യുവാക്കളുടെ വരെ കൊഞ്ഞനം കാണിക്കുന്നതിന് സമമാണ്. വളരെ വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ KV സലാഹുദ്ദീൻ, മുൻ മന്ത്രി ശ്രീ തോമസ് ഐസക്, ശ്രീ ആന്റണി രാജു, സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ്, PSC റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ VJ ഉണ്ണികൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.